ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പല വീഡിയോയും ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ പല ആൾക്കാരും കമൻറ്റ് ചെയ്തിട്ട് ഞാൻ ഈ സാറ്റലൈറ്റ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റി ഇൻവെസ്റ്റ് ചെയ്യാം, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എനിക്ക് മീഡിയയുമായിട്ട് നല്ല ബന്ധമാണ്. 10-30 വർഷം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വലിയൊരു സമയം ഈ പറയുന്ന നാഷണൽ മീഡിയയിൽ ചിലവഴിച്ച ഒരാളാണ്. അതേപോലെ തന്നെ ഞാൻ പ്രിൻ്റ് മീഡിയ എന്നും ഡിജിറ്റൽ മീഡിയ എന്നും അതുപോലെ വിഷ്വൽ മീഡിയയിലൊക്കെ ഈ താഴേക്കിടയിൽ നിന്ന് വന്ന് സീനിയർ മാനേജ്മെൻറ്റ് പോസ്റ്റിൽ, അതായത് എഡിറ്റോറിയൽ സീനിയർ ആയി കഴിയുമ്പോൾ ആ മാനേജ്മെൻറ്റ് പല തീരുമാനത്തിനകത്ത് പിടിച്ച് എന്നെ ആക്കിയിട്ടുണ്ട്. എനിക്കിതിൻ്റെ A to Z മൂലാമാലകൾ അറിയാം. എങ്ങനെയാണ് ഈ സാറ്റലൈറ്റ് ചാനൽ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത്, A to Z കാര്യങ്ങൾ അറിയാം. കാരണം എൻ്റെ ജോബും പ്രൊഫഷനും പാഷനും എല്ലാം കൂടെ ചേർത്തുള്ള സംഭവമായത്. പിന്നെ ഇത് മനസ്സിലാക്കേണ്ടത്, അതേപോലെ ഞാൻ ഈ ഗ്ലോബലായിട്ട് നടക്കുന്ന പല ഇൻ്റർനാഷണൽ മീഡിയ കോൺഫറൻസ് സെമിനാറിലൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ ഈ പല എക്സ്പേർട്ടുകളും പറയുന്നൊരു സംഭവമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ലേറ്റസ്റ്റ് ടെക്നോളജി അങ്ങനെ AI ടൂൾസ് എങ്ങനെ ഉപയോഗിക്കുക, അപ്പം മജോ ജേർണലിസം എങ്ങനെ എത്രമാത്രം ഇതിൻ്റെ ഒരു സാറ്റലൈറ്റ് ചാനലിൻ്റെ ഒരു പരമാവധി ചിലവ് കുറയ്ക്കാൻ സാധിക്കും. ഇതിൻ്റെ സെമിനാറിലും ക്ലാസ്സിലും ഒക്കെ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരാൾ. പിന്നെ കോവിഡിന് ശേഷം ഞാനിപ്പോൾ പോയിട്ടില്ല. കാരണം ഞാനൊരു ഇൻവൈറ്റ് ചെയ്യാണ് അവരുടെ പല സെമിനാറിനും ക്ലാസ്സിനും ഒക്കെ. ഇതുമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഈ പറയുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു യഥാർത്ഥ രീതിയിലോട്ട് നമ്മൾ വരാൻ കുറച്ചും കൂടെ സമയമെടുക്കും. ഇപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ബേസിക്കലി പൊളിറ്റീഷ്യൻസാണ്, ഭരിക്കുന്നവരാണ്. ഒരു സ്റ്റേറ്റിനോ ഒരു ജില്ലയുടെ SP-യോ ഒരു കലക്ടറോ അല്ലെങ്കിൽ തഹസിൽദാരോ ഒന്ന് ചൊറിയുവാണെങ്കിൽ, അയാളെ ഒന്ന് ചൊറിയുവാണെങ്കിൽ ഈ പറയുന്ന സാറ്റലൈറ്റ് ചാനലിൻ്റെ പ്രശ്നം ഉണ്ടാക്കാം. നിങ്ങൾ വിചാരിക്കുക അതെങ്ങനെ പ്രശ്നം ഉണ്ടാക്കാം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം, നിങ്ങൾ കേട്ടോണം. ഇപ്പോൾ ആദ്യത്തെ ഉദാഹരണം എന്ന് പറയുന്നത്, ഈ 2001 തെഹൽക്ക ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഇൻവെസ്റ്റർ ഉണ്ടായിരുന്നു, ശങ്കർ ശർമ്മ, ഫസ്റ്റ് ഗ്ലോബൽ എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കറൊക്കെയാണ്. ഇപ്പോൾ അതിൻ്റെ പേരിൽ അന്നത്തെ BJP ഗവൺമെൻറ് പുള്ളിയെ പിടിച്ച് തെഹൽക്കയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. അയാൾ തിഹാർ ജയിലിലായിരുന്നു. ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഭാര്യയും മെഹീന ശർമ്മയും രണ്ടുപേരും ചണ്ഡീഗഡുകാരാണ്, ബോംബെ സെറ്റിൽഡാണ്. നിങ്ങൾ ഈ ബിസിനസ് ചാനലിലൊക്കെ കാണുന്ന ശങ്കർ ശർമ്മയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ അന്ന് അയാളെ ജയിലിലൊക്കെ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. അന്ന് എൻ്റെ ബോസായ അനിരുദ്ധ് ബെഹ്റ ഒരു കാര്യം പറഞ്ഞു. അതൊരു ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ണാൻ എന്നെ വിളിച്ചുകൊണ്ട് പോകും. വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു ന്യൂസ് ഔട്ട്ലെറ്റ് നമ്മൾ തുടങ്ങുമ്പോൾ ഈ പബ്ലിക് ഈ പറയുന്ന ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെതിരെ നമ്മൾ എന്തെങ്കിലും കാര്യമായ കറപ്ഷനോ സ്റ്റോറിയോ ഈ പറയുന്ന ഹൈ എൻഡ് ആൾക്കാർക്കെതിരെ പ്രസിദ്ധീകരിക്കുമ്പോൾ ഇപ്പം നമ്മളെ ഡയറക്റ്റ് ബാധിക്കത്തില്ലായിരിക്കും പെട്ടെന്ന്, പക്ഷെ ആരാണതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരെ കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ പല വഴിയുമുണ്ട്. കാരണം ഇതൊക്കെ അനുഭവിച്ച ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ് തെഹൽക്കയിൽ സാലറി ഇല്ലാതെ കേസ് നടക്കുക, ഞാൻ പോയില്ലേ കേസ് നടക്കത്തില്ല. അപ്പം അങ്ങനെ നിന്നിട്ടുണ്ട്. അതിനുശേഷം കോൺഗ്രസ് ഗവൺമെൻറ് വന്ന് വടകരയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് അത് കൊണ്ടുവന്നപ്പോൾ അന്നും എന്നെ ഇവർ വരട്ടാന്ന് നോക്കി. തെഹൽക്ക രണ്ടാമത് വന്ന ശേഷം നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ കൽക്കട്ടയിൽ ആ സംഭവം വെളിച്ചത്ത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ശാരദാ സ്കാം, മമതാ ബാനർജി കൽക്കട്ടയിൽ നിന്ന് പോലീസിനെ വിട്ട് എൻ്റെ ഡൽഹിയിലെ ഓഫീസ് റെയ്ഡ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. മുഴുവനും കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊക്കെ എടുത്തുകൊണ്ടങ്ങ് പോയി. പിന്നെ എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും? ഞാൻ പറയുന്നത് ഡിജിറ്റൽ, അതായത് വെബ്സൈറ്റിൻ്റെ കാര്യമാണ്. അപ്പം ഇന്ത്യയുടെ ഒരു രീതി അനുസരിച്ച് ഇത് മാറാൻ കുറച്ച് സമയമെടുക്കും. ഇതിനകത്ത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയും ചെയ്യുന്നത് അവരെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത സംഭവം പുറത്തോട്ട് സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർക്കത് വലിയ പ്രശ്നമാണ്. കാരണം ജനാധിപത്യ രാജ്യം, ഇവർക്ക് പല രീതിയിൽ തളർത്താനും ഒതുക്കാനും ഒക്കെ കഴിയും.
ഇതൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിച്ച് വെച്ചേക്കാണ്. അപ്പം അതിനെയൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളവിടെ ഞാനാണോ സ്മാർട്ട്, അവരാണോ സ്മാർട്ട്, ഭരണകൂടമാണോ സ്മാർട്ട്. കാരണം ഇന്ത്യൻ കോടതിയും അതുമൊക്കെ കയറി കഴിയുമ്പോഴാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ സംഭവം ഉണ്ടായത്. ഞാൻ കേരളത്തിലൊരു ഉദാഹരണം പറയാം. അതായത് മുഖ്യമന്ത്രിയുടെ യാത്ര നടക്കുന്നു, നവകേരള യാത്ര നടക്കുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും പല രീതിയിൽ റിപ്പോർട്ട് ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു, അതിൻ്റെ ലേഖികയ്ക്കെതിരെ അനാവശ്യമായിട്ടൊരു 24 ന്യൂസിൻ്റെ. അപ്പോൾ അയാൾ ലാത്തി ചാർജിനെ പറ്റി അവിടുത്തെ പോലീസിനെ പറ്റി പറഞ്ഞപ്പം പെട്ടെന്ന് പോലീസ് അയാൾക്കെതിരെ കേസെടുക്കുന്നു. മഹാരാജാസ് കോളേജിൽ ആർഷ ഉൾപ്പെടെയുള്ള ചോദ്യപേപ്പർ ലീക്കും പരിപാടി ഏഷ്യാനെറ്റിൻ്റെ ഒരു ന്യൂസ് ലേഖിക അവിടെ ചെന്ന് എക്സാക്റ്റ് കാര്യം റിപ്പോർട്ട് ചെയ്തു. എന്താ ഗവൺമെൻറ് ചെയ്ത്? ഒരു SFI നേതാവിൻ്റെ മേലിൽ ഈ ലേഖികക്കെതിരെ ചാനലിനെതിരെ കേസെടുക്കുന്നു. ഒരു കോഴിക്കോട് കണ്ണൂർ ആ ഭാഗത്ത്, ആ പേരെനിക്കറിയത്തില്ല, റിപ്പോർട്ടറിൻ്റെ പുള്ളി അവിടുത്തെ CPMൻ്റെ കാര്യം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം പിന്നീട് അയാൾക്കെതിരെ കൊച്ചു പെൺകുട്ടിയെ കൊണ്ടുവന്ന് മറ്റൊരു കേസ്, സെക്ഷൽ അസോൾട്ട് തെറ്റായിട്ട് കാണിച്ച് പാടയാണ് തോടെയാണ്. നിങ്ങൾക്കിത് കണ്ടു കാണും. അതായത് എല്ലാ രീതിയിലും ഗവൺമെൻറ്റിന് മിസ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. വേറെ സംഭവം പറഞ്ഞുതരാം. നിങ്ങൾ 24 ശ്രീകണ്ഠൻ നായർ ഇത് ഭയങ്കര വാചം അടിക്കുമത്. ചുമ്മാ അയാൾ പറയുന്നത് അതിൻ്റെ റീസൺ പറയാം. സുജയ പാർവതിയുടെ ഇഷ്യൂ ഉണ്ടല്ലോ, അതിൻ്റെ ന്യൂസ് ആങ്കർ ഇയാളുമായിട്ട് തെറ്റി. സുജയ പാർവതി എന്നെ കാണാൻ വീഡിയോ വന്നിട്ടുണ്ട് ആലുവയെ വെച്ച്. എനിക്ക് ആ പറയുന്ന ഈ ജേർണലിസ്റ്റിനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. കാരണം ഷീ ഈസ് നോട്ട് എ ജേർണലിസ്റ്റ്. ചുമ്മാ ആംഗ്യവും ഭാഷയും ഏതാണ്ടൊക്കെ സ്റ്റേജ് പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് 1, 2, 3 നോൺസെൻസ്. അവരുദ്ദേശിക്കുന്ന ഒരു ഭയങ്കര പൊട്ടൻഷ്യൽ ജേർണലിസ്റ്റാണ്. ഇഡിയറ്റ്. ഒരു ബിലോ ആവറേജ് ജേർണലിസ്റ്റാണ്, ന്യൂസ് ആങ്കറാണ്. അപ്പോൾ ഇവരുമായിട്ട് ശ്രീകണ്ഠൻ നായരുമായിട്ട് പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പോൾ ശ്രീകണ്ഠൻ നായർ അവരെ അവിടുന്ന് സാക്ക് ചെയ്തു. എഗ്രീഡ്. അതൊരു മാനേജ്മെൻറ്റിൻ്റെ കടമയാണ്. ഒരു ഇൻഡിസിപ്ലിനായിട്ടൊരു സ്റ്റാഫ് അവിടെ പെരുമാറിക്കഴിഞ്ഞാൽ അത് ഇൻഡിസിപ്ലിൻ ലേറ്റർ സ്റ്റേജാണ്. അത് മാനേജ്മെൻറ്റിൻ്റെ പവറാണത്. ഇപ്പം ഞാനൊരു ഓർഗനൈസേഷൻ നടത്തുവാണെങ്കിൽ എൻ്റെ ഒരു സ്റ്റാഫ് ഇൻഡിസിപ്ലിനായിട്ട് എൻ്റെ എഡിറ്റോറിയലുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ സോ ഐ ഹാവ് ടു ടേക്ക് ദ ഡിസിഷൻ ടു ടെർമിനേറ്റ് ഹർ ഓർ സാക്ക് ദം. ഇപ്പം ഇവിടെ ശ്രീകണ്ഠൻ നായർ ഈ പറഞ്ഞ സോ കോൾഡ് ആങ്കറെ സാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ മനസ്സിലാക്കുക എന്തോ ഉണ്ടായത്. ഈ സുജയ പാർവതി RSSൻ്റെയും BJPയുടെ നേതാക്കളുടെ അടുത്ത് പോയിട്ട് സ്വയമേ അങ്ങ് സംഘപരിവാറിൻ്റെ ആളായേക്ക് മാറി. ഈ പറയുന്ന ശ്രീകണ്ഠൻ നായരെ ട്രബിളിലായി. എന്നിട്ട് RSSൻ്റെയും BMSൻ്റെയും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിൽ നിന്നും പൂനെയിൽ നിന്നും നാഗ്പൂരിൽ നിന്നൊക്കെ ഫോൺ വന്നു ശ്രീകണ്ഠൻ നായർക്ക്. 24 മണിക്കൂറിനുള്ളിൽ അവരെ തിരിച്ചെടുക്കണം. കാരണം ശ്രീകണ്ഠൻ നായർ 1000-1500 കോടിയുടെ കമ്പനി നടത്തുക. ഫ്ലവേഴ്സ് ഉണ്ട്, ഈ ചാനലുണ്ട്. ശ്രീകണ്ഠൻ നായർക്കറിയാം BJPയാണ് ഭരിക്കുന്നത്. അയാൾ പേടിച്ചു പോയി. 24 മണിക്കൂറിനുള്ളിൽ ശ്രീകണ്ഠൻ നായർ സുജയ പാർവതിയെ തിരിച്ചെടുത്തിട്ട് അവരൊരു ന്യൂസ് ലൈവായിട്ട് വന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്ത ശേഷം അവർ റെസിഗ്നേഷൻ കൊടുക്കുകയും ഉണ്ടായ സംഭവം. അപ്പം നിങ്ങൾ ഈ ശ്രീകണ്ഠൻ അയാളെ ഞാൻ എൻ്റെ കുറ്റം പറയുമല്ല, ഇയാൾ പറയുന്നത് ചുമ്മാതാണ്. കാരണം പുള്ളിക്കൊന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല, പേടിച്ചു പോയ ആൾ. അപ്പം ഇൻ കേസ് ഞാനാണ് ശ്രീകണ്ഠൻ നായർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വിചാരിച്ചു, നിങ്ങൾ എടുക്കുക. ഞാൻ സുജയ പാർവതി ജന്മം ചെയ്താൽ കേട്ടത്തില്ല. ഇനി ആ ചാനൽ അടച്ചു പോയാലും അതെൻ്റെ നിലപാട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ശ്രീകണ്ഠൻ നായരെ കണ്ടിട്ടുണ്ടോ അയാളുടെ ചാനലിൽ? ഗോകുലം ഗോപാലൻ പുള്ളിയുടെ ഒരു ഇൻവെസ്റ്ററാണ്. പുള്ളിയുടെ ബർത്ത്ഡേ ചാനലിൽ ആഘോഷിക്കുക പുള്ളി. കാരണം അയാൾ പണം കൊടുക്കണം. ഇതേപോലെയുള്ള പല ഇൻവെസ്റ്റേഴ്സിൻ്റെ ബർത്ത്ഡേ, അവരുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ, ഇതാണ് ബേസിക്കലി അവരെ പൊക്കിയെടുത്ത് നടക്കണം. ഇത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത് റിയാലിറ്റി ആയത്. പുള്ളി ഒരു പാവം പിടിച്ച് നല്ല മനുഷ്യനാണ്.
പുള്ളി റേഡിയോ ജേർണലിസ്റ്റ് ആയിരുന്നു, അവിടുന്ന് കയറി വന്ന ആളാണ്. പക്ഷേ പുള്ളിക്ക് ഇതിൻ്റെ മുഴുവൻ സംഭവങ്ങൾ അറിയാം. ഒരു കാര്യമുണ്ട്, മലയാളത്തിൽ വളരെ നാളായിട്ടുള്ള കൺവെൻഷണൽ മീഡിയയിൽ പുള്ളിയാണ് ഈ ചേഞ്ചസ് കൊണ്ട് 100 ന്യൂസ്, അത് രാവിലത്തെ പരിപാടി, ഈ പ്രൈം ടൈം എന്ന് പറഞ്ഞ സാധനം എപ്പോഴും പ്രൈം ടൈം ആക്കി കൊടുത്തു പുള്ളി. അതൊരു ഭയങ്കര ഇന്നോവേറ്റീവ് ചേഞ്ചാണ് പുള്ളി കൊണ്ടുവന്നത്. പക്ഷെ പുള്ളിക്ക് ഈ ഹാർഡ് കോർ ജേർണലിസം അറിയത്തില്ല, അല്ലെ ചെയ്യില്ല. അതിൻ്റെ കാര്യം പുള്ളിക്ക് പേടിയല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റിക്കൽ ജേർണലിസം ഓർഗനൈസേഷൻ, മീഡിയ ഓർഗനൈസേഷൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കണ്ടന്റിന് വേണ്ടിയാണ്. പക്ഷെ ഇവിടെ നിന്ന് ഭയങ്കര ഗ്രാഫിക്സ്, ഇദ്ദേഹത്തിൻ്റെ ഇൻഫോർടൈൻമെൻ്റ് ആയിട്ടുള്ള ഡ്രാമ, ഇത് തന്നെയാണ് ഈ പറയുന്ന റിപ്പോർട്ടറിൽ നടക്കുന്നത്. ഇപ്പോൾ റിപ്പോർട്ടറിൻ്റെ അതിൻ്റെ പ്രൊമോട്ടർ ആരാ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ തടിവെട്ട് കേസിൽ പ്രതിയാണ് അവർ. അപ്പം അവർ തന്നെ അവർക്കെതിരെ പ്രശ്നമുണ്ടായ മറ്റുള്ള BJP നേതാക്കന്മാരെ സുഖിപ്പിക്കുവാൻ വേണ്ടി ആ ശോഭാ സുരേന്ദ്രനെതിരെ ഈ സുജയ പാർവതിയെ കൊണ്ട് കളിച്ച ഗെയിം നിങ്ങൾ കണ്ടോ? അതിൻ്റെ കാര്യം എന്ത്? കാരണം അവർക്കറിയാം ഈ പറയുന്ന BJP നേതാക്കൾ, കാരണം പാർട്ടിക്കകത്ത് അകത്തെ അടിയുക, ഇവരെ സുഖിപ്പിച്ച് അവരെ താറടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവർ എന്തെങ്കിലും തെറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഈ പറഞ്ഞ ഏഷ്യാനെറ്റ്, നിരന്തരം, നിർഭയം, സംതിങ് എൽസ്, അവർക്കതുണ്ടോ? നോ, നോട്ട് അറ്റ് ഓൾ. ചുമ്മാതെ ഇതൊക്കെ ചുമ്മാ ബ്ലണ്ടർ അടിക്കുക, നിങ്ങളെ വിശ്വസിപ്പിക്കുക. ഇത് ബേസിക്കലി എല്ലാ സ്റ്റേറ്റുകളിലും, ഇന്ത്യയുടെ നാഷണൽ ചാനലിലാണെങ്കിലും അതിനകത്ത് കുറച്ച് ഫെയർ ആയിട്ട് പോകുന്ന ഇംഗ്ലീഷ് ചാനലുകൾ, ഹിന്ദി പോലും പോകത്തില്ല. പണ്ട് ഈ ആസ്തക്കിലൊക്കെ വളരെ ഫെയർ ആയിട്ട് പോകുമായിരുന്നു, കാരണം ഞാൻ എൻ്റെ അതൊക്കെ വർക്ക് ചെയ്തതാ. പക്ഷെ ഇപ്പോഴതൊക്കെ അങ്ങ് മാറി. കാരണം മണി മാറ്റേഴ്സ്. കാരണം ഈ സ്റ്റേറ്റുകളെല്ലാം പരസ്യം കൊടുക്കുന്നുണ്ട്, പിന്നെ കോർപ്പറേറ്റ് പരസ്യം കൊടുക്കുന്നുണ്ട്, ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യം മാത്രമല്ല, ഇൻവെസ്റ്റേഴ്സിനെ ഈ പറയുന്ന സ്റ്റേറ്റും സെൻറ്ററും അവരൊക്കെ പല രീതിയിൽ പിടിച്ച് വരട്ടി കഴിഞ്ഞാൽ പിന്നെ ചാനൽ എങ്ങനെ റൺ ചെയ്യും? പിന്നെ കാണിക്കുന്ന മുഴുവൻ ഷോയാണ്. അതാണ് കേരളത്തിൽ ആനവാളി വിടുന്നത് ലൈവ്. ആലോചിച്ച് നോക്ക്. ഞാൻ വെറുതെ പറയുന്നതാണ്. ലൈവാണ് ബ്രേക്കിംഗ് ന്യൂസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബ്രേക്കിംഗ് ന്യൂസ്? കുരങ്ങനെടുത്ത് ചാടി ബ്രേക്കിംഗ് ന്യൂസ്. ഇതൊരു സ്വഭാവം. കാരണം എന്താ? കാരണം അവർക്ക് ശരിക്കുമുള്ള കണ്ടന്റ് ഇല്ല. ഈ പറയുന്ന കണ്ടന്റിന് വേണ്ടിയാണ് ഈ ചാനൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതിന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് സാധനങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ ചാനൽ പ്രതിസന്ധിയിലായി. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പം ഇത് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് മേളിൽ ആകാശം, താഴെ ഭൂമി മാത്രമേ ഉള്ളൂ. ഞാനെൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിത് പിടിച്ചു നിൽക്കുകയല്ല, ഫൈറ്റ് ചെയ്യുമായിരുന്നു. അതായത് കൗണ്ടർ ഫൈറ്റ്. അവരെ വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് പിടികിട്ടും. ഇപ്പോൾ പുറകോട്ട് മാറത്തില്ല. അപ്പോൾ പുറകോട്ട് മാറാത്ത സമയത്ത് എന്നെ എല്ലാവരും, കാരണം ഓഫീസ് അടപ്പിച്ചു, ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോയി, കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് പോയി, അവിടെ പിടിച്ച് റെയ്ഡ് ചെയ്തു, ഇവിടെ റെയ്ഡ് ചെയ്തു. ഇപ്പം അവിടെയൊക്കെ റെയ്ഡ് ചെയ്തവർക്ക് പുല്ലും കിട്ടുന്നില്ല. അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു, പിന്നെ എങ്ങനെ റൺ ചെയ്യും? അപ്പം അവിടെയാണ് ഈ പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഇതിനേക്കാളും വളരെ സേഫാണ്. ഇതൊരു SP വിചാരിച്ചാലും ഒരു കലക്ടർ വിചാരിച്ചാലും ഈ ചാനൽ അടപ്പിക്കുക. നിങ്ങൾക്കറിയാം, ഈ ചാനൽ ലൈസൻസ് എന്ന് പറഞ്ഞ് വലിയ നൂലാമാലയാണ്. അപ്പം അതെല്ലാം കൂടെ ഓവർകം ചെയ്ത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ചാനലിന് ഈ പറയുന്ന പല കംപ്ലൈൻറ്റും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതും ഉത്തരവും ഭയങ്കര പ്രശ്നമാകും. ഞാൻ ന്യൂസ് എക്സിന് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ അന്ന് പീറ്റർ മുഖർജിയായിരുന്നു. അയാൾക്കെതിരെ ചില അന്വേഷണങ്ങളും പരിപാടികളും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഇഷ്യൂ ആയി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അയാളുമായിട്ട് ഞാനാണ് ഈ പോകുന്ന ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷനിലൊക്കെ ചർച്ച ചെയ്യാനും സംസാരിക്കാനും. പരാതികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏജൻസി അങ്ങ് അന്വേഷിക്കും. അവർക്ക് പല ഈ ഗവൺമെൻറ്റിന്, സ്റ്റേറ്റിനാണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റിനാണെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞ് ഈ ചാനലിനെ പൂട്ടാൻ പറ്റും. പക്ഷെ ഡിജിറ്റലിനാണെങ്കിൽ വലിയ പാടായിരുന്നു. കാരണം ഇപ്പം പഴയ പോലെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റിന് ആവശ്യമൊന്നുമില്ല ഒരു സാറ്റലൈറ്റ് ചാനൽ തുടങ്ങാൻ. അതേപോലെ ഈ ഡിജിറ്റലാണെങ്കിൽ അതിൻ്റെ ആവശ്യം, കാരണം അപ്പ് ലിങ്കിങ്, ഡൗൺ ലിങ്കിങ്, കാരിയേജ്, ഒത്തിരി ഭയങ്കര നൂലാമാല ഇത്.
ഇതെല്ലാം കുഴിഞ്ഞ് ഇപ്പം ഇന്നത്തെ രീതി നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ഗ്യാരണ്ടി പറയാം, വരാൻ പോകുന്ന 3-4 വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന സാറ്റലൈറ്റ് ചാനൽ അത് മുഴുവനും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറും. കാരണം ക്യാരേജ് ചാർജ്, ഡിസ്ട്രിബ്യൂഷൻ, DTH ഭയങ്കര ഹ്യൂജ് പേയ്മെൻ്റാണ്. ഈ സാലറി കൊടുക്കുന്നതിനേക്കാൾ ഹ്യൂജാണ് ഈ പറയുന്ന മറ്റുള്ള പാനഫർലൈനിയ. അതായത് സാലറി ഹെഡ്സ് അല്ലേ ബേസിക്കലി ഈ കണ്ടന്റ് ഹൗസിൻ്റെ ഏറ്റവും കൂടുതൽ പണം കൊടുക്കേണ്ടത്, ചിലവാകുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. അതായത് ഈ ഡിസ്ട്രിബ്യൂഷനാണ് ഏറ്റവും കൂടുതൽ ലിറ്ററലി ബ്ലീഡിങ്. അതേപോലെ മറ്റുള്ള സംഭവങ്ങൾ, അപ്ലിങ്കിങ്, അതിൻ്റെ ചാർജ്, ഇതിൻ്റെ ചാർജ് മുഴുവൻ. എന്നിട്ട് നേരെ ചൊവ്വേ പറയാൻ പറ്റുന്നു, നേരെ ചൊവ്വേ വാർത്ത. അപ്പം കണ്ടന്റിന് അതിന് ചിലവാക്കാൻ പണവുമില്ല. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി യാഥാർത്ഥ്യം അറിയത്തില്ല. മലയാളത്തിൽ ഉദയപ്പെട്ട ചാനലിൽ സ്റ്റീരിയോ ടൈപ്പ്. പുതിയ ജേർണലിസ്റ്റ് വരുന്നത്, പഠിച്ചിറങ്ങിയിട്ട് വരുന്നത്, ഇവർക്കൊക്കെ താല്പര്യം എങ്ങനെങ്കിലും വിഷ്വൽ മീഡിയ വന്ന് മുഖം കാണിക്കണം. എന്നിട്ട് അതെടുത്തുകൊണ്ട് ഇവരേതാണ്ട് ഒരു സെലിബ്രേറ്റി മോഡിലോട്ട് അങ്ങ് പോവുക. ഈ സെലിബ്രേറ്റി മോഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇനാഗ്രേഷൻ, ഇവിടെ ഇനാഗ്രേഷൻ, ഏതാണ്ടൊരു പിന്നീട് അവരുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ടിക്കറ്റ് വാങ്ങി ജയിക്കുക. ഇപ്പം നികേഷ്, ഇങ്ങനെ മറ്റു പല ആൾക്കാർ, ഈ ഇടതുപക്ഷത്തിൻ്റെ ഭൗതികാചാര്യൻ ബിട്ടാസ്, ഇവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ പൊളിറ്റിക്സാണ്. അല്ലാതെ ആ പറയുന്ന ഗ്രൗണ്ടിൽ നിന്ന് ജേർണലിസം, ഹാർഡ് ഹീറ്റിംഗ്, ആ സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ, ചേഞ്ചസ് കൊണ്ടുവരാവുന്ന ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആ വ്യാഖ്യാനങ്ങൾ ഈ സാറ്റലൈറ്റ് ചാനലുകൾ ഇല്ലാതാക്കി. അത് തന്നെയാണ് കേരളത്തിലെ പ്രിൻ്റ് മീഡിയയും പോകുന്നത്. എല്ലാം ഒരു മാർക്കറ്റ് ബേസ്ഡ് ആണ്. കാരണം മാർക്കറ്റിൽ നിന്ന് പണം വരുന്നു, അഡ്വർടൈസേഴ്സ് അവരുടെ നിബന്ധനയും വേറൊരു ഭാഗത്ത്. നിങ്ങൾ കണ്ടില്ലേ മറ്റേ ഈ ബോബി ചെമ്മണ്ണൂരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നടക്കുന്ന സമയത്ത് മലയാളം ചാനലിൽ മുഴുവനും ബോബിയുടെ പരസ്യം കയറിയെന്ന്. അപ്പോൾ അവരുടെ മാർക്കറ്റിംഗ് വിഭാഗം അയാളെപ്പറ്റി കൂടുതലൊന്നും പറയാതിരിക്കാൻ വേണ്ടി വെച്ചങ്ങാനത്തിൽ കൊടുത്തു. പിന്നെ ഈ ചാനൽ പറയൂ. ഇതേപോലെയാണ് മറ്റേ സുഡാപ്പി ഇഷ്യൂ വരുമ്പോൾ അവരാ സമയത്ത് ഈ പറയുന്ന അഡ്വർടൈസേഴ്സ് ഇവരെ പിടിച്ച് വരട്ടും, ഗൾഫിൽ നിന്ന് പിടിച്ച് വരട്ടും. ഈ വാർത്ത കൊടുക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ നിങ്ങളെ ബോയ്ക്കോട്ട് ചെയ്യും, ഞങ്ങൾ പരസ്യം തരത്തില്ല, നിങ്ങൾ ഇവിടെ കേസുണ്ടാക്കും, ഗൾഫിൽ കേസുണ്ടാക്കും, അവിടെ മുഴുവനും ബ്ലോക്ക് ചെയ്യും. പക്ഷെ അതിനെയെല്ലാം ബ്രേക്ക് ചെയ്തു ഡിജിറ്റൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഡിജിറ്റൽ യൂട്യൂബ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അതിനകത്തൂടെ, കാരണം അത് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. ഈ പറയുന്ന മീഡിയയുടെ ഒക്കെ നല്ലൊരു ഒരുവിധം റവന്യൂ കിട്ടുന്നതും ഈ പരസ്യത്തിൻ്റെ അത്രയും തന്നെ റവന്യൂ കിട്ടുന്നുണ്ട് ഇവർക്ക് ഈ യൂട്യൂബിൽ കൂടെ, ഡിജിറ്റലി പ്ലാറ്റ്ഫോമിൽ കൂടെ. യാഥാർത്ഥ്യം അങ്ങനെ ഇതിൻ്റെ കണക്കുകളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കുക. പക്ഷേ ഇവർക്ക് ഹ്യൂജായിട്ട് ലാഭം വേണം. കാരണം എല്ലാവരും ഉദ്ദേശിക്കുന്ന 1000 കോടി കമ്പനി, 5000 കോടി കമ്പനി, 10000 കോടി കമ്പനി. അപ്പം അങ്ങനെ ഇവരുടെ വലിയ ഈ ജേർണലിസം എന്ന് പറയുന്ന ഗ്രൗണ്ടിലുള്ള സംഭവം ഇവർ കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോകുന്നു. ഇതതിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇവർ ബാക്കിയുള്ളത് മുഴുവൻ PR ഹൈപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞങ്ങളാണ് ബ്രേക്ക് ചെയ്തത്, ഞങ്ങളാണിത് ബ്രേക്ക് ചെയ്ത്. പുല്ല് എന്ത് ബ്രേക്ക് ചെയ്തു? ആന വളിവിട്ടതാണോ ബ്രേക്കിംഗ് സ്റ്റോറി? നിങ്ങൾ ഗ്രൗണ്ടിലൊരു സംഭവം നിങ്ങൾ ഇന്നോവേറ്റ് ചെയ്ത്, നിങ്ങളതിനെപ്പറ്റി പഠിച്ച്, നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് നിങ്ങളുടേതാക്കി മാറ്റി അതിനെ ബ്രേക്ക് ചെയ്യുക. അതാണ് ശരിക്കും ബ്രേക്കിംഗ് സ്റ്റോറി. അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ സംഭവം നടക്കുന്നു, വലിയ ഹ്യൂജായിട്ടുള്ള ഭൂമികൾ, ട്രെയിൻ ആക്സിഡൻറ്റ്, അതിന് ബ്രേക്കിംഗ് സ്റ്റോറി എന്ന് പറയും. കേരളത്തിലെ ബ്രേക്കിംഗ് സ്റ്റോറി ഭയങ്കര തമാശയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങളിത് കാണുന്നവരാണല്ലോ, നിങ്ങളിതിനെപ്പറ്റി തീരുമാനിക്കുക. ഇപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് വരാനുള്ള സമയത്ത് അതൊക്കെ മാറും. ഇന്ത്യയിലൊരു സാറ്റലൈറ്റ് ചാനൽ വിത്ത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം ഈ പറയുന്ന ഗ്രാഫിക്സ്, അത് ഇത് ഓഫീസ്, ഈ പറയുന്ന ആൾക്കാരെ ട്രെയിൻ ചെയ്തെടുക്കണം. നല്ല മാൻ പവർ കേരളത്തിലില്ല, ഞാൻ വെറുതെ പറയുന്നതല്ല. കാരണം എല്ലാ സ്റ്റീരിയോ ടൈപ്പ്. ഒന്നൊരാൾ കാണിക്കുക അതേപോലെ ചെയ്യുക, മറ്റൊരാൾ കാണിക്കുക അതേപോലെ ചെയ്യുക. അല്ല, അവർക്കായിട്ട് അവരുടെ രീതിയിൽ ഇതിനെ അവർ കൊണ്ടുവന്ന് അവരുടെ ഒരു സ്റ്റൈൽ. ഇപ്പം ജേർണലിസത്തിന് സ്റ്റൈൽ ബുക്ക് എന്ന് പറയുന്ന സംഭവമാണ്. ആ സ്റ്റൈൽ ബുക്ക് എന്ന് പറയുന്നത് ഓരോ റിപ്പോർട്ടേഴ്സിനും ഉണ്ടായിരിക്കേണ്ട ഒരു സ്റ്റൈൽ ബുക്കാണ്. അത് കേരളത്തിലൊന്നും ഇല്ല സംഭവം.
അപ്പം അതൊന്നും പൂർണ്ണമായിട്ട് അത് അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ചാട്ടവും ബഹളവും ഈ പറയുന്ന ബ്രേക്കിംഗ് ന്യൂസും അതും ഇതൊക്കെ കാണിക്കുന്നല്ലാതെ ബേസിക്കലി ഇവർക്ക് അറിയാഞ്ഞിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം പല ഇഷ്യൂസും പേടിയും അതും ഇതും ഒക്കെ തന്നെയാണ് കാരണം. അവർക്ക് പോലീസിനെ പേടിയാണ്, ഭരിക്കുന്നവരെ പേടിയാണ്, അവർക്ക് അവിടുത്തെ ഇൻക്ലൂഡിങ് സിമ്പിളായിട്ട് അവിടുത്തെ SP പേടിയാണ്, കലക്ടറെ പേടിയാണ്, തഹസിൽദാറിനെ പേടിയാണ്. അത് പേടിച്ചില്ലെങ്കിൽ നാളെ തഹസിൽദാരാവും ഇതിരിക്കുന്ന ഓഫീസിൽ അതിൻ്റെ ഉടമയ്ക്കൊരു നോട്ടീസും കൊടുക്കുക, ഇതിരിക്കുന്ന സ്ഥലം ഇത് അളക്കണം, ഇത് തെറ്റായ സ്ഥലമാണെന്ന് പറയും. എന്ത് ചെയ്യും? മനസ്സിലായല്ലോ ഞാൻ ഈ പറയുന്ന സംഭവം. ഇവിടെയാണ് ഡിജിറ്റൽ എന്ന് പറഞ്ഞ സംഭവം. അതിനെ തടയാൻ ഈ പറയുന്ന പോലെ പെട്ടെന്ന് പറ്റുകയൊന്നുമില്ല. വലിയ പാടാണ്, മറുക് തൊടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതിനൊക്കെ മുകളിൽ കൂടെ ഫ്ലൈ ചെയ്യുക. അപ്പം അതുകൊണ്ടാണ് യൂട്യൂബ് വീഡിയോസും അതിനകത്ത് വരുന്ന കണ്ടൻറ്റും ഈ പറഞ്ഞ DTHനേക്കാളും മറ്റുള്ളതിനേക്കാളും കൂടുതൽ ആൾക്കാർ കാണുന്നത്. അപ്പം അതിനകത്ത് കൂടുതൽ സസ്റ്റെയിൻ ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് അതിനകത്തോട്ട് കൂടുതൽ റിസർച്ചും പൊട്ടൻഷ്യലായിട്ടുള്ള അതിനകത്തൂടെ ലൈവ് ടെലികാസ്റ്റും സംഭവം തുടങ്ങുവാണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ മെച്ചം. കാരണം ഏറ്റവും കൂടുതൽ പണം കുറഞ്ഞിരിക്കും. ഈ പറയുന്ന ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റും ക്യാപിറ്റലിൻ്റെ ക്യാപെക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. പല ഫാക്ടേഴ്സ് ഉണ്ട്. ഈ പറയുന്ന ആൾക്കാരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം റൺ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ സാറ്റലൈറ്റിനെ പറ്റി ഞാനിപ്പം ഒരിക്കലും ചിന്തിക്കാത്തതിൻ്റെ കാരണം. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.